അപ്പോൾ ഡോക്ടർ പറഞ്ഞത് സീറോ റേഞ്ചിൽ നിന്ന് ഇതുപോലെ 2 റിവോൾവർ ഉപയോഗിച്ച് വെടിവെച്ചിട്ട് മരിച്ചില്ല എന്നുള്ളത് മഹാത്ഭുതമാണ്. എനിക്ക് കിട്ടിയതുപോലെ പോലീസ് മർദ്ദനവും ഗുണ്ടാമർദ്ദനവും നേരിട്ടിട്ടുള്ള ആളുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ആ അടിയുടെ നല്ലൊരു ഭാഗം തലക്കാണ്. 74-ലെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന മുറിവൊക്കെ അതാണ്. ഇവിടെയൊക്കെ ഉള്ള മുറിവ്, തലക്കുണ്ടായിട്ടുള്ള മുറിവ് അതാണ്. നിങ്ങളെ തന്നെ അന്ന് അടിച്ച് അതിനുശേഷം എനിക്ക് എഴുതേര് നടക്കാൻ കഴിയുന്നില്ല. അടിയിടി പരിപാടിക്ക് പരിശീലനം ഉണ്ടായിരുന്നോ നേരത്തെ തന്നെ? അതുണ്ട്. അപ്പോൾ ആ ശക്തി ഇപ്പോഴും ഉണ്ടോ? ആ ശക്തിക്കൊന്നും കുറവ് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ജീവിക്കുന്നത്. അപ്പോഴാണ് ഞാനും കോടിയേരി ബാലകൃഷ്ണനും ഒന്ന് ചോദിച്ചതിൽ ഞങ്ങൾ പോലീസിനോട് പറയാണ് വെടിവെക്കുന്നത് ഷോപ്പ് എന്ന് പറയാം. അതൊരു അട്ടഹാസമായിരുന്നു. ഞാനൊരു പക്ഷേ കർക്കശമായി ആരോടും പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് പിണറായിയോട് മാത്രമായിരിക്കും. തുടർഭരണം ഉണ്ടായാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന്? ഇപ്പോൾ തന്നെ നമുക്ക് നല്ല മുഖ്യമന്ത്രി ഇവിടെ ഇല്ലേ? CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ EP ജയരാജനാണ് ദ ക്യൂവിനൊപ്പം. സഖാവേ, സ്വാഗതം. നമസ്കാരം. ഇതാണ് എൻ്റെ ജീവിതം എന്നുള്ള ആത്മകഥ കഴിഞ്ഞ ദിവസം വായിച്ചു. സഖാവിൻ്റെ എന്ന പേരിൽ പല ആളുകളും പ്രചരിപ്പിച്ച, പിന്നീട് നിയമ നടപടിയൊക്കെ നേരിട്ട മറ്റൊരു ആത്മകഥ അതുകൂടെ വായിച്ചു. ഇത് രണ്ടും വായിച്ച സമയത്ത് സഖാവിനെ പറഞ്ഞു ഇതല്ലാത്ത കുറേ കഥകൾ കൂടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു പൂർണ്ണമായ ജീവിതം ഇതിലേക്ക് ഒതുക്കാതെ മാറ്റിവെച്ചത് എന്തുകൊണ്ടായിരുന്നു? ഇതാണ് എൻ്റെ ജീവിതം എന്ന തലക്കെട്ടോടുകൂടി എൻ്റെ ആത്മകഥയുടെ ഒരു ഭാഗം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ കാരണം യഥാർത്ഥത്തിൽ കുറേ കാലമായി പാർട്ടി വിരുദ്ധന്മാർ, വർഗശത്രുക്കൾ, വലതുപക്ഷ ശക്തികൾ, വർഗീയ ശക്തികൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അത്തരത്തിലുള്ള ശക്തികൾ പ്രധാനമായും മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വേട്ടയാടൽ നടത്തിയിട്ടുള്ളത്. അത് ഒരു 5-10 വർഷമായിട്ടല്ല. എനിക്ക് തോന്നുന്നത് വളരെ മുമ്പ് തന്നെ രാഷ്ട്രീയത്തിൽ എൻ്റെ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് വേട്ടയാടലുകൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അന്തരീക്ഷത്തിൽ തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തെയും അതുവഴി എൻ്റെ പ്രസ്ഥാനത്തെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള വലതുപക്ഷ ശക്തികൾ അവർ നടത്തിയിട്ടുള്ള ചില ശ്രമങ്ങൾ, ആ ശ്രമങ്ങളുടെ ഒരു ഘട്ടമാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നൊരു പുസ്തകം. ഞാൻ അറിയാതെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വാർത്ത വരികയാണ്. ആ വാർത്ത ആദ്യം വന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ്. ഞാൻ ധരിച്ചത് ടൈംസ് ഓഫ് ഇന്ത്യ ഒരു നിലവാരമുള്ള പത്രമാണെന്നാണ്. എന്നാൽ ആ പേര് കളങ്കപ്പെടുത്തിക്കൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ തെറ്റായിട്ടൊരു വാർത്ത കൊടുത്തു. അത് യഥാർത്ഥത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ കൊടുപ്പിച്ചതാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ആ വാർത്ത കൊടുപ്പിച്ചതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു ദേശീയ അംഗീകാരമുള്ളൊരു പത്രത്തിൽ വാർത്ത വന്നാൽ ആ വാർത്ത പിന്നീട് മലയാളത്തിൽ നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും അച്ചടി മാധ്യമങ്ങൾക്കും അത് എടുത്തു കൊടുക്കാം. അങ്ങനെ വന്നാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ, ഇവിടെയുള്ള പത്രങ്ങൾക്ക് നേരെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ആദ്യം ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നത് ഞങ്ങൾ കൊടുത്തതാണെന്നുള്ള വാർത്ത വരും. അതിനു വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായൊരു നീക്കമാണ് നടത്തിയത്. അതിൻ്റെ കേന്ദ്രത്തെക്കുറിച്ചും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവരെക്കുറിച്ചും ഏതാണ്ട് എനിക്കറിയാം. പിന്നീടുള്ള എൻ്റെ നിരന്തരമായ ശ്രമഫലമായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷെ അത് പരസ്യപ്പെടുത്തേണ്ട അവസരം എത്തിക്കഴിഞ്ഞിട്ടില്ല. അത് എത്തിക്കഴിയുമ്പോൾ ഞാനത് പ്രസിദ്ധീകരിക്കും, അത് പരസ്യപ്പെടുത്തും. നമ്മുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, അത് ഇവിടെ പരസ്യപ്പെടുത്തിയ DC ബുക്സിന്റെ ആളുകൾ സംസാരിക്കുകയും രവി മാപ്പ് പറയുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് രണ്ടാമത്തെ കാര്യം. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം അത് എനിക്ക് ഡയറി എഴുതുന്നൊരു ശീലമില്ലായിരുന്നു. ഞാനതെൻ്റെ ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നാണ് ആ പുസ്തകത്തിലുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയെടുത്തത്. എന്നാൽ അതിൽ ഉൾക്കൊള്ളിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്.
ഞാനിപ്പോൾ ആലോചിക്കുന്നതും എൻ്റെ പല സഖാക്കളും അഭ്യുദയകാംക്ഷികളായ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത്, അത്തരം കാര്യങ്ങളെല്ലാം ഇതിൽ വിട്ടുപോയ കുറേ കാര്യങ്ങളുണ്ട്, അവർക്കൊക്കെ അറിയാവുന്ന. അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു അടുത്ത ഭാഗം പ്രസിദ്ധീകരിക്കണമെന്നാണ് ഞാനത് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിനുള്ളൊരു എളിയ ശ്രമം ആരംഭിക്കുകയാണ്. പിന്നീട് എൻ്റെ അന്വേഷണത്തിൽ അത് ഞാൻ എഴുതിക്കൊണ്ടിരുന്ന ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഏൽപ്പിച്ച സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായി ഇത് ഒന്ന് എഡിറ്റ് ചെയ്ത് അത് അച്ചടിച്ച് തരുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ആ സംവിധാനം ഇല്ലായിരുന്നു. ഓൺലൈനിൽ അവരുടെ സഹായം സ്വീകരിച്ചു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അവരിലേക്ക് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ DC ബുക്സിൻ്റെ ഒരു ജീവനക്കാരനാണത്രേ. ആ ജീവനക്കാരനാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം അന്ന് 10:30 മണിക്ക് ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നു, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പൂർത്തിയാകാത്ത പുസ്തകം പ്രകാശനം ചെയ്യുന്നു, അതിൽ ഇന്നെന്ന കാര്യങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത പ്രസിദ്ധീകരിക്കുന്നത്. ഇങ്ങനൊരു വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ ഞാനന്ന് കണ്ണൂരുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ അത് ചാനലിലാണ് ആദ്യം വന്നപ്പോൾ തന്നെ അതിൻ്റെ ആളുകളെ വിളിച്ചു, എങ്ങനെയത്? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരാളാണ് നമ്മുടെ സഹായം സ്വീകരിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു, അത് അയാളെ സഹായം നമുക്ക് സ്വീകരിക്കേണ്ടായിരുന്നു. ഏതായാലും അവരെ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ അതിൻ്റെ പ്രധാനിയെ തന്നെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എവിടെയില്ല, ഷാർജയിലാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ചുമതലപ്പെടുത്തിയിട്ടില്ലാത്ത, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നു, ഞാൻ എഴുതാത്ത കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട്, എഴുതിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വിശ്വാസ്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകരമായ നടപടി ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങളുടെ പ്രസിദ്ധീകരണം. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിയില്ല സാർ, ഞാനിത് അന്വേഷിച്ചിട്ട് നിങ്ങളെ വിളിക്കാം. പിന്നെ അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചിട്ടില്ല. ഞാനത് പ്രസിദ്ധീകരിച്ചത് സംബന്ധിച്ച് നിയമ നടപടികളും പോലീസ് നടപടികളും ആരംഭിച്ചു. വക്കീൽ നോട്ടീസ് അയച്ചു, പോലീസിൽ പരാതി കൊടുത്തു. ആ പോലീസ് പരാതി കൊടുത്ത് പോലീസ് അന്വേഷണം നടന്നു. അങ്ങനെ നടന്നപ്പോൾ അവർ കോടതിയിൽ കേസാകും എന്ന് വന്നപ്പോൾ കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തു. DC ബുക്സ് കോടതി ചോദിച്ചു, ഇത് നിങ്ങളെ അധികാരപ്പെടുത്തിയിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനില്ല. യഥാർത്ഥത്തിൽ കോടതി അവരെ അങ്ങേറ്റം ശാസിക്കുന്ന നിലയാണ് സ്വീകരിച്ചു. ഒരാൾ എഴുതിയ പുസ്തകം അദ്ദേഹം അറിയാതെ പ്രസിദ്ധീകരിക്കുക, ഇതൊക്കെ എത്രമാത്രം തെറ്റാണ് എന്നുള്ള കോടതിയുടെ നിരീക്ഷണത്തോടു കൂടി അവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. പിന്നെ അവർക്ക് എവിടെയും പോകാൻ സാധിക്കുമായിരുന്നില്ല. ഞാൻ അയച്ച വക്കീൽ നോട്ടീസിൽ അവർ മറുപടി അയച്ചു, അത് ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഇത് ഒരു ജീവനക്കാരൻ ചെയ്തതാണ്, അയാളെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി, ഒരു ശ്രീകുമാർ പുറത്താക്കി, പിന്നെ ഞങ്ങൾ തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഒരു 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 സാധാരണഗതിയിൽ വന്ന തെറ്റ് ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു മറുപടിയാണ് തന്നത്. ഞാൻ ആ മറുപടി കിട്ടിയപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ഒരാൾ ക്ഷമ ചോദിച്ച് ഏറ്റുപറഞ്ഞ് അതിൻ്റെ ആളെ നടപടിക്ക് വിധേയമാക്കി പിന്നെ ആ കേസ് തുടരേണ്ടതുണ്ടോ എന്ന് ഞാൻ അപ്പോൾ പിന്നെ ഒരു കാര്യമേ ഉള്ളൂ, നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കുക. ഞാൻ പറഞ്ഞു, നഷ്ടപരിഹാരത്തിനൊന്നും കേസ് കൊടുത്ത് നഷ്ടപരിഹാരം വാങ്ങേണ്ട കാര്യം എനിക്കില്ല, ഇത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടി ഞാൻ സ്വീകരിച്ചു. അതുകൊണ്ട് അവർ ക്ഷമ പറഞ്ഞ നിലയിൽ, തെറ്റുപറ്റിയെന്ന് അവർ ഏറ്റുപറഞ്ഞതിൻ്റെ നിലയിൽ വക്കീൽ നോട്ടീസിന് ആ തരത്തിൽ മറുപടി കൊടുത്തു. വക്കീലിനോട് പോയി സംസാരിച്ചു. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പിന്നീട് ആ കേസ് പ്രൊസീഡ് ചെയ്യേണ്ടതെല്ലാം തീരുമാനിച്ചു. പോലീസ് ആ കേസ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ നടപടി പോലീസ് ആരംഭിച്ചു. DC ബുക്സിന് അങ്ങ് മാപ്പ് കൊടുത്തു. അതോടൊപ്പം തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആ വാർത്തയ്ക്ക് പിന്നീട് ഞാൻ അന്വേഷിച്ച് പോയില്ല എന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ ഒരു ഗൂഢാലോചന? ഞാനത് ഈ ടൈംസ് ഓഫ് ഇന്ത്യ എൻ്റെ അന്നത്തെ ധാരണയിൽ ഒരു നിലവാരമുള്ള പത്രമാണ്, ഒരു അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വലിയ പ്രചാരമുള്ളൊരു പത്രം. എന്നെ അന്ന് ചിന്തിപ്പിച്ചത് ഇത്ര നിലവാരം കുറഞ്ഞ പണിയെടുക്കുമോ? പക്ഷേ അവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതും അവരെ മനസ്സിലാക്കാത്തതുമായ കാര്യമാണ് നടപ്പിലാക്കിയത്. പിന്നെ അതിൻ്റെ മേലെ ഞാൻ മറ്റ് നടപടികളിലേക്ക് പോകാതിരുന്നത് പലതും ആലോചിച്ചിട്ടാണ്. ഇപ്പോൾ അവിടെ നിർത്തുക, ഇത്
വെളിപ്പെടുത്തേണ്ട അവസരം വരുമ്പോൾ വെളിപ്പെടുത്തുക. പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് അവിടെ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ആലോചനയുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരം വാർത്ത പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതികൂലമായ സാഹചര്യം ഉണ്ടാക്കുക. എന്നിട്ട് ആ സാഹചര്യം വെച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരവാദി ഞാനാണെന്ന് പാർട്ടിക്കകത്തും ഉയർത്തിക്കൊണ്ടുവരിക. അങ്ങനെ എന്നെ ഒറ്റപ്പെടുത്താനും പാർട്ടിയെ ദുർബലപ്പെടുത്താനുമുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നടന്നത്. ഇത് അതിൽ മാത്രമല്ല, അതിന് മുമ്പും ഇതുപോലെ നടന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ജാവേദ്കർ BJPയുടെ ഒരു വലിയ നേതാവാണ്, കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് എനിക്ക് മുൻ പരിചയങ്ങളോ ഒന്നുമില്ല. ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ മകൻ്റെ വീട്ടിലുള്ളപ്പോൾ, ഫ്ലാറ്റിലുള്ളപ്പോൾ അയാൾ ആ വഴി പോകുമ്പോൾ എന്നെ കാണാൻ വേണ്ടി വരികയാണ്. എന്നെ കാണാൻ വന്നതാണ്. വന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ പരിചയപ്പെടാൻ വന്നതാണ്. കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയെയും പിന്നെ വിശ്വനെയും ഒക്കെ നമ്മുടെ ബിനോയ് വിശ്വനൊക്കെ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു എന്ന് അയാൾ പറയുകയാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോകുന്നത് നമുക്ക് കാണാം, വളരെ സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പോവുകയും ചെയ്തു. ആ വാർത്ത അത് കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം നിങ്ങളിങ്ങനെ ജാവേദ്കറെ കണ്ടില്ലേ, എനിക്കെന്താ കളവ് പറയേണ്ട കാര്യം, ഞാൻ കളവ് പറയുന്ന ഒരാളല്ല, കണ്ടു എന്നുള്ള യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിരുന്നു 1.5 കൊല്ലം മുമ്പ്. പക്ഷേ മാധ്യമങ്ങളൊന്നും 1.5 കൊല്ലം മുമ്പാണ് കണ്ടതെന്ന് പറഞ്ഞില്ല. ജാവേദ്കറെ കണ്ടു. അപ്പോൾ BJPയും CPM തമ്മിൽ ഒരു ബന്ധം ഇത് വരുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. നമ്മളിപ്പോൾ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാനൊക്കെ സജീവമായ കഴിഞ്ഞ 6-7 വർഷം എടുത്തു കഴിഞ്ഞാൽ പത്രങ്ങളോ ചാനലൊക്കെ നോക്കുന്ന സമയത്ത് ജയരാജേട്ടൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് എപ്പോഴും ഏതെങ്കിലും വിവാദങ്ങളുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ട്രോൾ മെറ്റീരിയൽ നിലക്ക് ജയരാജേട്ടൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എടുത്ത് ചെറിയ വെട്ടിമുറിച്ച ഭാഗങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഈ പുസ്തകം വായിക്കുന്ന സമയത്താണെങ്കിലും രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോഴൊക്കെ വലിയ ഒരു പോരാട്ട കഥ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഈ സമീപകാലത്ത് ജയരാജേട്ടൻ ഈ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിൽ ആരെങ്കിലും പ്രത്യേക താല്പര്യമാണോ എന്നുള്ളത്? ആസൂത്രിതമായിട്ടുള്ളൊരു ഒരു ഓൺലൈൻ രംഗത്ത് ചില നെറ്റ് വർക്ക് ഉപയോഗിച്ച് അത് ഒരു വെൽ പ്ലാനാണ്. ആ വെൽ പ്ലാൻ എന്ന് പറയുന്നത് ഇടതുപക്ഷ വിരുദ്ധ ശക്തികളാണ് അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത്. വലതുപക്ഷമാണ്, പാർട്ടി വിരുദ്ധന്മാരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടിയിട്ട് വേഷം കെട്ടിയിട്ടുള്ള ഒരു നിലപാട് തന്നെയാണത്. അത് തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതെ, ഇപ്പോൾ ഈ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാലം കൂടി ആയതുകൊണ്ട് ഇപ്പോൾ ട്രോളുകളൊക്കെ ജനറൽ ശ്രദ്ധിക്കാറുണ്ടോ? അതൊക്കെ കാണുമ്പോൾ എന്താണ്? ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല. ഞാനത് എന്തോ എഴുതിക്കോട്ടെ, എനിക്കത് നോക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് വേണ്ട സംതൃപ്തി ശരി ചെയ്യുക എന്നുള്ളതാണ്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ജനപക്ഷത്ത് നിന്ന് ചെയ്യാൻ പാർട്ടിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. കണ്ണൂർ പോലത്തെ ഒരു സ്ഥലത്ത് CPM-ന് വേണ്ടി അതല്ലെങ്കിൽ അതിൻ്റെ ആ തുടക്കകാലം എന്ന് പറയുമ്പോൾ ഏത് നിലക്കും പ്രതിസന്ധി മാത്രം മുമ്പിലുള്ളൊരു സമയമായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുന്ന സമയത്ത് ഒരു സംതൃപ്തി എത്രത്തോളമാണ് ജീവിതത്തിൽ എന്നുള്ളത്, രാഷ്ട്രീയ ജീവിതം എന്ന നിലക്ക്? കേരളത്തിൽ ഞങ്ങൾ ഒക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഫലമായി ഒരു പുതിയ കേരളം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആ കേരളത്തിൽ ഞങ്ങളല്ലെങ്കിലും മറ്റുള്ളവർ നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ളവരല്ല, മറ്റുള്ളവർക്ക് വേണ്ടി സമരം ചെയ്തിട്ടുള്ളവരാണ്, പോരാടിയിട്ടുള്ളവരാണ്, ജീവത്യാഗം ചെയ്തിട്ടുള്ളവരാണ്. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള എല്ലാ മർദ്ദനങ്ങളും എനിക്ക് വ്യക്തിപരമായി എനിക്കോ എൻ്റെ കുടുംബത്തിനോ വേണ്ടിയിട്ടുള്ളതാണ്, ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരമാണ്, പോരാട്ടമാണ് ഞങ്ങൾക്ക് സംതൃപ്തി തരുന്നത്. ഇന്ന് അതിൻ്റെ ഫലമായി കേരളം വളരുമ്പോൾ അതിൽ ഞങ്ങൾക്ക് നല്ല ആത്മസംതൃപ്തിയുണ്ട്. അതെല്ലാം സന്തോഷത്തോടു കൂടി നിരീക്ഷിക്കുന്നുമുണ്ട്. ഈ പ്രവർത്തന മേഖലയിൽ ഓരോ കാലഘട്ടം നോക്കുന്ന സമയത്തും ഒരു ജയരാജേട്ടൻ്റെ ഒരു സ്പെഷ്യൽ EP സ്റ്റൈൽ അവിടെ കാണാൻ പറ്റും. കാരണം ഇപ്പോൾ നമ്മൾ വൃദ്ധസദനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും വിസ്മയ പാർക്ക് പറയുകയാണെങ്കിലും കണ്ടൽ പാർക്ക് പറയുകയാണെങ്കിലും അതായത് ആ കാലത്ത് താരതമ്യേന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ ആലോചിക്കാത്ത ഒരു തലത്തിലേക്കാണല്ലോ പദ്ധതികൾ രൂപപ്പെടുത്തുന്നത്. അത്ര ഒരു EP സ്റ്റൈൽ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇടതുപക്ഷ ചിന്താഗതിയുടെ ഭാഗമായിട്ട് തന്നെയാണത്. ഇടതുപക്ഷക്കാരെല്ലാവരും ആലോചിക്കണമെന്നില്ല. ഇങ്ങനെ തീരെ ആലോചിക്കാൻ കഴിയാത്ത എത്ര ആളുണ്ട് പാർട്ടിയിൽ? രാജ്യത്തിൻ്റെ ഒരു വികസനത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ടാവും. എനിക്കെന്തെങ്കിലും നാടിന് വേണ്ടി ചെയ്യണം ഒരു നിർബന്ധമാണ്. എന്തെങ്കിലും കണ്ടെത്തണം, അത് കണ്ടെത്തും. ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുന്ന എന്ത് പദ്ധതി, ആ പദ്ധതി ആവിഷ്കരിക്കുക, നടപ്പിലാക്കുക എന്നുള്ളതാണ്.
അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തി പ്രാപിപ്പിക്കാനുള്ളതാണ്. ഇപ്പം ഞാൻ ഇവിടെ പറശ്ശിനിക്കടവിൽ ഇപ്പോഴുണ്ടാക്കിയുള്ള വിസ്മയ പാർക്ക്, ആ വിസ്മയ പാർക്ക് സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് അന്ന് CPM-ൻ്റെ നേരെ, പ്രത്യേകിച്ച് നായനാർക്ക് നേരെയൊക്കെ വലിയ ആക്ഷേപമാണ് എം വി രാഘവൻ നടത്തിയത്. ഒരു വെട്ടിപ്പൊടി ഉണ്ടാക്കാൻ കഴിഞ്ഞോ നായനാർക്ക്? സ്വന്തം നാട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കും, പരിഹസിക്കും. അങ്ങനെ പരിഹസിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിനൊരു മറു കണ്ടം ചാടാനുള്ള നിലയിൽ തന്നെയാണ് ഈ CMB-യുടെ പ്രവർത്തനത്തിൻ്റെ തൊട്ടടുത്താണ് ഈ പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്, വിസ്മയ പാർക്ക്. ആ വിസ്മയ പാർക്ക് ഉണ്ടാക്കിയത് ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. ഞങ്ങളും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങളുടേതാക്കിയല്ല മാറ്റിയത്, അതെല്ലാം പ്രസ്ഥാനത്തിൻ്റെതാക്കുകയാണ്. പ്രസ്ഥാനത്തിൻ്റെതാക്കിയിട്ടുണ്ട്. ഇന്ന് അന്ന് എം വി രാഘവൻ ഉണ്ടാക്കിയിട്ടുള്ളതൊന്നും അവരുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ല, വ്യക്തിഗതമാണ് അതൊക്കെ. ഞങ്ങൾ പാർട്ടിയുടെ ഭാഗമായി നിന്ന് ജനങ്ങൾക്ക് വേണ്ടി കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. അന്ന് നായനാരെയും പാർട്ടിയെയും പരിഹസിച്ച സ്ഥാനത്ത് ഞങ്ങൾ പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, ഇതുപോലെ തന്നെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി, അതിലൂടെ ജനങ്ങളെ ആകർഷിക്കാൻ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ തന്നെയാണ് ഇന്ന് സ്ഥാപിച്ചെടുക്കാനും. ഞങ്ങൾ വ്യക്തിഗതമായിട്ടല്ല സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്, പൊതുപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ കാഴ്ചപ്പാടാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അത് ഈ പദ്ധതി നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ അതിന് ഏറെ മുറിവേൽക്കേണ്ടി വന്നു എന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതെ, അതും ഈ വലതുപക്ഷ ആക്രമണമായിരുന്നു. ഞങ്ങളവിടെ ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട സ്ഥാപനം ഈ വിസ്മയ പാർക്കാണ്. വാട്ടർ തീം പാർക്ക് കം ജനറൽ പാർക്കാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതനുസരിച്ച് ഞാൻ തന്നെയാണ് അതിന് സഹകരണ സംഘം ഉണ്ടാക്കിയത്. ഞാനാണ് അതിൻ്റെ 1ാമത്തെ മെമ്പർ. 2ാമത്തെ മെമ്പർ എൻ്റെ ഭാര്യയായിരുന്നു. 3ാമത്തെ എൻ്റെ മകനാണ്. പിന്നെ ഞങ്ങളെ പാർട്ടി സഖാക്കളാണ്. എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥാപനം ഉണ്ടാക്കി. അത് ഒരു സഹകരണ സ്ഥാപനം എന്നുള്ള നിലയിലാണ്. ആ നിലയിലാണ് ആ സ്ഥാപനത്തെ വളർത്തിയെടുക്കുകയും ചെയ്തത്. ആ സ്ഥാപനത്തിൻ്റെ A to Z എല്ലാ കാര്യങ്ങളും ഞാൻ നിർദ്ദേശിക്കുകയും ഉപദേശിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. ആ പാർക്ക് വന്നപ്പോഴെന്താ പറഞ്ഞ്? വലതുപക്ഷ വ്യതിയാനം. ഇവിടുത്തെ നിർമ്മാണ മേഖലയിൽ അന്ന് തുടങ്ങിയ വലതുപക്ഷ വ്യതിയാനം. എന്ത് വലതുപക്ഷ വ്യതിയാനം? ഒരു പാർക്ക് നിർമ്മിക്കുന്നത്, വിസ്മയ പാർക്ക്, ഒരു വാട്ടർ തീം പാർക്ക് നിർമ്മിക്കുന്നത് വലതുപക്ഷ വ്യതിയാനം, CPM വലതുപക്ഷ വ്യതിയാനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് വലതുപക്ഷ വ്യതിയാനം. ഞങ്ങളെ എതിർക്കുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നവുമായിരുന്നില്ല അന്ന്. അതിനൊരു വലതുപക്ഷ വ്യതിയാനം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് വലതുപക്ഷ വ്യതിയാനമാണെന്ന് പറഞ്ഞ് ആക്രമിച്ചു. കണ്ടൽ പാർക്ക് വെറുതെ കിടക്കുന്ന വലിയൊരു പ്രദേശം, അത് മനോഹരമായ ഒരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റാൻ കണ്ടൽ വനങ്ങളെ സംരക്ഷിച്ചു. കണ്ടൽ വനത്തിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ ഓക്സിജൻ വിക്ഷേപിക്കുന്ന സസ്യമാണ് കണ്ടൽ ലോകത്തിലാകെ. അതുകൊണ്ട് ലോകം മുഴുവൻ, ഐക്യരാഷ്ട്രസഭയൊക്കെ ഈ കണ്ടൽ വനം സംരക്ഷിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നതാണ്, നശിപ്പിക്കുന്നതിനെതിരാണ്. അങ്ങനെയുള്ള ഒരു കണ്ടൽ വനം വ്യാപിപ്പിച്ച് അതിനകത്ത് ഒരു വിശ്രമ കേന്ദ്രങ്ങൾ എന്ന നിലയിൽ ഉണ്ടാക്കി, വൈകുന്നേരമാകുമ്പോൾ സ്ത്രീകളും കുട്ടികൾക്കൊക്കെ വന്ന് വിശ്രമിക്കാനും നല്ല വായു ശ്വസിക്കാനും ഒക്കെ കഴിയണം. ഈ കണ്ടൽ പാർക്ക് അന്ന് നിർമ്മാണത്തിൻ്റെ അടുത്ത് തന്നെയാണ് വളവട്ടണം പാലമാണ്. ഈ കണ്ണൂരിലുള്ള എല്ലാ വേസ്റ്റും കൊണ്ടുപോയി തള്ളുന്ന സ്ഥലമായിരുന്നത്. അതിൽ നിന്ന് ആ നാടിനെ രക്ഷിക്കാൻ ഈ 2 ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് പാർക്കുണ്ടാക്കിയത്. ആ പാർക്ക് പൂട്ടിക്കാൻ വേണ്ടി ഇവിടം വരെ കോൺഗ്രസ്സുകാർ സമരം ചെയ്തു. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. അന്ന് കോൺഗ്രസിൻ്റെ ഭരണമാണ്, കേന്ദ്രമന്ത്രിയാണ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത്. കോൺഗ്രസ്സാണ് കേസ് കൊടുത്തത് ആ കണ്ടൽ വനം പൂട്ടിക്കാൻ. അവരെന്ത് തേടി? ആ കണ്ടൽ വനം ഒരു നല്ല പാർക്ക് വന്നാൽ, ആ പാർക്ക് വന്നിട്ട് ഏതാണ്ട് 1 കൊല്ലത്തോളം പാർക്ക് വർക്ക് ചെയ്തിരുന്നു. തൊട്ടടുത്ത പഞ്ചായത്ത് വളവട്ടണമാണ്. വളവട്ടണത്ത് നിന്നൊക്കെ ധാരാളം മുസ്ലിം സ്ത്രീകളും കുട്ടികളും ഒക്കെ വൈകുന്നേരമാകുമ്പോൾ
നേരെ ഈ പാലം കടന്ന് ഇപ്പുറം വന്ന് അവിടെ വന്ന് കുട്ടികളൊക്കെ കളിക്കുകയും അപ്പോൾ അങ്ങനെ വരുന്നവർക്കൊരു സ്നാക്സ് കൊടുക്കും, അവരിതൊക്കെ കഴിക്കുകയും ചായ കുടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നല്ല ഒരു അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതാണ് തകർത്തത്. സുപ്രീം കോടതിയിലാണ് കേസ് നടത്തിയത്. പിന്നെ സുപ്രീം കോടതി വരെ പോയി കേസ് നടത്തി അതിൻ്റെ മേലെ അധികം അങ്ങ് ഇറങ്ങി പുറപ്പെടേണ്ടതില്ലെന്ന് എനിക്കും തോന്നി. പൂട്ടിക്കേണ്ടവർ പൂട്ടിക്കേണ്ട, ജനങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം തുറന്നു പറഞ്ഞു. പൂട്ടിക്കേണ്ടവർക്ക് ജനങ്ങൾ നല്ല പിന്തുണയാണോ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്? പൂട്ടിക്കാൻ പുറപ്പെട്ടവർക്ക് ഇപ്പോഴതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അവിടെ സമരം നടത്തിയിരുന്നു. ആ പാർക്കിൻ്റെ മുമ്പിൽ, ആ റോഡിൽ ഈ മാലിന്യങ്ങൾ കൂമ്പാരമിടുന്ന സ്ഥലത്ത് മാലിന്യ നിക്ഷേപം ഒഴിവാക്കാൻ ഒരു 5-10 ഏക്കർ വരുന്ന സ്ഥലങ്ങൾ കണ്ടൽ വനം വെച്ച് പിടിപ്പിച്ച് മനോഹാരിതയുള്ള പ്രദേശമാക്കി ആ നാടിനെ മാറ്റി തീർക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചത്. ഇപ്പോൾ നോക്കുക, ഇപ്പോഴത് അനാഥമായി കിടക്കുകയല്ലേ. ഇപ്പോൾ അത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അതൊരു പിന്നെ സൊസൈറ്റിയുടെ കൈവശമാണ് ആ സ്ഥലം. പിന്നെ ഞാൻ അതിൻ്റെ മേലെ അധികം പോയില്ല. പിന്നെ എനിക്ക് ഇടയ്ക്ക് തോന്നിയിരുന്നു അതിങ്ങനെ ഒന്ന് റീ ഓപ്പൺ ചെയ്താൽ എന്താ. നമ്മൾ ഈ വ്യക്തിപരമായ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലണ്ടനിലേക്ക് ചികിത്സക്ക് പോയ സമയത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിന് അത്ഭുതമായി കാണണം എന്നുള്ളത്. അപ്പോൾ ഈ സംഭവങ്ങൾക്ക് ശേഷം ജയരാജേട്ടനൊക്കെ എപ്പോഴും തോന്നിയിരുന്നോ ഇതൊരു ഞാൻ ജീവിച്ചിരിക്കുന്നത് ഒരു എക്സിസ്റ്റിംഗ് ലൈഫ് എന്നുള്ളത് ഒരു അത്ഭുതമാണ് എന്നുള്ളത്? ഞാൻ ഡോക്ടർ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. കാരണം അവർ പറയാൻ കാരണം ഈ 0 റേഞ്ചിൽ നിന്നാണ് രണ്ടും വെക്കുന്നത്. ഇത് ഞാനന്ന് ധരിച്ചിരുന്നൊരു ഷർട്ടുണ്ട്. ആ ഷർട്ടിൻ്റെ പുറത്ത് വെച്ച് ഈ കൈ ഇത് ഫയർ ചെയ്ത് വെടിവെച്ചപ്പോൾ പുക ഇങ്ങോട്ട് ബാക്കടിച്ചിട്ടുണ്ട്. ആ പുക ഈ കൈയിൻ്റെ മറുഭാഗത്തോടെ ഷർട്ടിലുണ്ട്. ഇത് പതിച്ചിട്ടുണ്ട് അവിടെ. ഒരേ പോയിന്റിൽ നിന്നാണ് രണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് 0 റേഞ്ചിൽ നിന്ന് ഇതുപോലെ 2 റിവോൾവർ ഉപയോഗിച്ച് വെടിവെച്ചിട്ട് മരിച്ചില്ല എന്നുള്ളത് മഹാത്ഭുതമാണ്. അത് ഡോക്ടർ തന്നെ പറഞ്ഞു, അത് സംഭവിക്കാതിരിക്കാൻ കാരണം ഒരു സ്ട്രോങ് ബോൺ ഉണ്ട് അതിൻ്റെ മുമ്പിൽ. ഇത് പെട്ടെന്ന് അതിനടിച്ചത്, അതുകൊണ്ടത് ചെറിപ്പോയി. ആ ബോണിന് ഡാമേജ് പറ്റി. ഈ വന്നിരിക്കുന്ന തിര ചെറിപ്പോയി. അതാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. നേരെ അത് പോയിരുന്നെങ്കിൽ പിന്നെ ബുദ്ധിശക്തി ഉണ്ടാവില്ല, ഓർമ്മശക്തി ഉണ്ടാവില്ല, തടന്നു പോകും, പിന്നെ ജീവിതം ഉണ്ടാവില്ല. അത്ഭുതകരമായ ഒരു ജീവിതമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയത്തിൽ സത്യസന്ധതയും നീതിയും മാന്യതയും മാത്രം വെച്ച് പുലർത്തിയത് കൊണ്ട് പ്രകൃതിയുടെ ഒരു സംരക്ഷണ വലയം ഉണ്ടായി എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് പിന്നീട് ഞാൻ എൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. ഞാൻ എന്താണോ അതിന് മുമ്പ് ചെയ്തത് അത് തന്നെ ഞാൻ തുടർന്നുകൊണ്ടേയിരുന്നു. അതിപ്പോഴും തുടരുന്നു. ഇതിൽ തന്നെ ആ സംഭവത്തിന് ശേഷം പിന്നീട് ആരോഗ്യപരമായി ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ചികിത്സ ആരോഗ്യപരമായിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴെന്ന് വെച്ചാൽ ഒരുപാട് അടി കിട്ടിയതാണ്. അടിയെന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയതുപോലെ പോലീസ് മർദ്ദനവും ഗുണ്ടാമർദ്ദനവും നേരിട്ടിട്ടുള്ള ആളുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇപ്പോൾ പി ജയരാജൻ്റെ കൈവെട്ടിയിരുന്നു എന്നുള്ളത് ശരിയാണ്. അതിഭീകരമായ പോലീസ് മർദ്ദനമാണ്. ഒരു പ്രാവശ്യമല്ല, നിരവധി തവണ. എൻ്റെ ഈ കാലിൻ്റെ മുട്ടുതാഴെ തല്ലി. ഇപ്പോഴും എൻ്റെ പ്രശ്നം, എനിക്ക് നടക്കാനുള്ള പ്രശ്നം അത് ഈ കാല്. ഞാനിപ്പോഴും അതിന് ആയുർവേദ ചികിത്സയും ഒക്കെ വരുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടിച്ച് തകർത്താണ് കാല് രണ്ടും. അത് ഒരു പ്രാവശ്യമല്ല. അതുപോലെ തന്നെ തലക്കേറ്റിട്ടുള്ള മർദ്ദനം. ആദ്യം 74 കണ്ണൂർ ടൗണിൽ തന്നെ ഭീകരമായ ഈ ജയപ്രകാശിൻ്റെ കണ്ണൂർ വരവോടുകൂടിയാണ് അടിച്ചത്. ആ അടിയിലാണ് കണ്ണൂർ ടൗണിലിട്ടിട്ടാണ് രാവിലെ വെളുപ്പാങ്കാലത്ത് അന്ന് ഈ പുലിക്കോടൻ നാരായണനും നന്ദനമേനോ DYSP ഉണ്ട്, അദ്ദേഹം മരിച്ചുപോയി. 2 പേരും കൂടി ചെന്ന പോലീസ് സംഘം ഞങ്ങൾ ജാതിയായി വരുന്ന ജാതിയെല്ലാം അടിച്ചു പിരിച്ച് ഞാനേ ഉള്ളൂ. എനിക്ക് പിന്നെ ഓടാൻ പറ്റില്ല. ഞാൻ അവിടെ തന്നെ അങ്ങ് നിന്നു. എൻ്റെ അടിച്ച് പിന്നെ അടി നല്ലോണം മുതപ്പോൾ ഞാൻ കൈ ഇങ്ങനെ തലക്ക് ചുറ്റും കൈവച്ച് പിന്നെ അവിടെ ഇരുന്നപ്പോൾ അവിടുന്ന് അടി ചവിട്ട് പിന്നെ ഞാൻ വീണു. പിന്നെ സാധാരണഗതിയിലുള്ള ബോധത്തിലൊന്നും ആയിരുന്നില്ല ഞാൻ. പിന്നെ എന്നെ റോഡിലിട്ടിട്ട് പോലീസ് പോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പോലീസ് പിന്നെ എന്നെ യഥാർത്ഥത്തിൽ അത് ഞാൻ അറിയുന്നില്ല, വലിച്ച് പോലീസ് വണ്ടി കയറ്റിയിട്ട്
ഇന്നത്തെ കണ്ണൂർ അന്ന് താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിലാണ് പോലീസ് സ്റ്റേഷൻ. അവിടെ കൊണ്ടുപോയി ഇട്ടു. പോലീസ് സ്റ്റേഷനിൽ ഇട്ടു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ല 3 മണി വരെ. അവസാനം AKG അന്നത്തെ SP വീട്ടിന് മുമ്പിൽ സമരം നടത്തും എന്ന് വന്നപ്പോഴാണ് പിന്നെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ആ അടിയുടെ നല്ലൊരു ഭാഗം തലക്കാണ്. 74-ലെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന മുറിവൊക്കെ അതാണ്. ഇവിടെയൊക്കെ ഉള്ള മുറിവ്, തലക്കുണ്ടായിട്ടുള്ള മുറിവ് അതാണ്. അത് ഭയങ്കര അടിയായിരുന്നു. ആ അടി അതുപോലെ പിന്നെ എനിക്ക് തലക്കടി കൊണ്ടത് ഈ AKG ഹോസ്പിറ്റൽ തിരഞ്ഞെടുപ്പ് നടത്തിയത്. ആ AKG ഹോസ്പിറ്റൽ തിരഞ്ഞെടുപ്പ് നടത്തിയത് UDF ഗവൺമെൻറ് അധികാരത്തിലുള്ളപ്പോൾ MV രാഘവൻ സഹകരണ മന്ത്രിയായപ്പോഴാണ്. ആ ഹോസ്പിറ്റൽ പിടിച്ചെടുക്കാൻ നടത്തിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്തൽ, ആ അലങ്കോലപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് സുശീല ഗോപാലിനെ തന്നെ പോളിംഗ് ബൂത്തിനകത്ത് ആക്രമിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. അതിനകത്തൊരു ബൂത്ത് ഏജൻ്റ് ഇരിക്കുന്നത് ഞാനിത് എതിർത്തു. എനിക്കത് അത്തരം നിലപാടിനോടൊന്നും വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കില്ല. ഞങ്ങളുടെ മുമ്പിലിട്ടിട്ട് സുശീല ഗോപാലിനെ തല്ലുമ്പോൾ അതിനെ പ്രതിരോധിക്കാതിരിക്കാനൊന്നും പറ്റില്ല. ശക്തമായിട്ട് ഇടപെടൽ നടത്തി. അപ്പോൾ വന്ന കമൻഡോസാണ്. ആ കമൻഡോസ് ചാടിക്കയറിയപ്പോൾ ഞാനാണ് ആദ്യത്തെ അടി എന്നെ തലക്കാൻ. അത് അതിഭീകരമായിട്ടുള്ള അടിയാണ്. അതടിച്ച് അവിടുന്ന് അവിടെ ഇട്ട് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. പിന്നെ അവിടുന്ന് കോഴിക്കോടേക്ക് പോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പിന്നെ എനിക്ക് തോന്നുന്നത് 1 മാസം 2 മാസക്കാലം ആയുർവേദ ചികിത്സയിലായിരുന്നു ആ സംഭവം. പിന്നെ കോഴിക്കോട് ഉണ്ടായിട്ടുള്ള മറ്റൊരു ഭീകരമായ മർദ്ദനം, ആ ഭീകരമായ മർദ്ദനം ഞാൻ MLA ആയിരുന്ന അവസരത്തിലാണ്. നാൽപ്പാടി വാസു വധക്കേസ്, അതിൽ സുധാകരനെ അറസ്റ്റ് ചെയ്യണം. സുധാകരൻ പ്രതിയായിരുന്നു. നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊന്ന കേസിൽ പോലീസിട്ട FIR സുധാകരൻ്റെ പേരുണ്ട്. K. കരുണാകരൻ ആഭ്യന്തരമന്ത്രി. അപ്പോൾ K. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഒരു DCC പ്രസിഡൻറ്റിനെ ഈ കേസിൽ പെടുത്തി. ഇയാൾ വെടിവെച്ചതാണ്, വസ്തുതയാണ്. കരുണാകരൻ്റെ പോലീസ് ഭരണ കാലഘട്ടത്തിലാണ് കേസ് സത്യസന്ധമായ കേസായിരുന്നത്. അതിൽ സുധാകരനെ ഒഴിവാക്കാൻ ആ FIR കീറിക്കളഞ്ഞു, പുതിയ FIR ഇട്ടു. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് DIG ഓഫീസിലേക്ക് നടന്നത്. അന്ന് കോഴിക്കോടാണ് DIG ഓഫീസ്. ആ DIG ഓഫീസിന് മുമ്പിൽ നടന്ന സമരത്തിന് നേരെ ഭീകരമായ ലാത്തി ചാർജും വെടിവെപ്പും നടന്നതാണ്. ആ സംഭവത്തിലാണ് എൻ്റെ ഈ പുറംഭാഗത്തുള്ള തോല് മുഴുവൻ അടിച്ച് ഞാനത് നിയമസഭയിൽ ഷർട്ട് ഊരി കരുണാകരൻ്റെ മുമ്പിൽ എൻ്റെ ഈ അടിയേറ്റ ഭാഗം കാണിച്ചത് നിയമസഭയിൽ കാണിച്ചത് സംഭവം. അതും തലക്കും ഈ പുറഭാഗത്തും കൈക്കൊക്കെ ഈ ഷോൾഡറിനൊക്കെയാണ് അടി. ഇങ്ങനെ ഈ അടിയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് ശാരീരികമായ പ്രശ്നമുണ്ട്. ഈ വെടിവെപ്പിൻ്റെ ഭാഗമായിട്ട് സുധാകരൻ്റെ സംഘവും ഗൂണ്ടാസ് ഉപയോഗിച്ച് വണ്ടിയിൽ വെച്ച് വെടിവെച്ച പ്രശ്നം, അതിൻ്റെ ഫലമായിട്ടുള്ള വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഞാനിപ്പോഴധികവും ഈ രാത്രി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒഴിവാക്കുന്നത്. എവിടെ യാത്ര ചെയ്യുമ്പോഴും എനിക്ക് ഈ ഓക്സിജൻ മെഷീൻ കൊണ്ടുനടക്കണം. അത് വെച്ചുകൊണ്ട് മാത്രമേ ഓക്സിജൻ രാത്രിയിൽ സപ്ലൈ ചെയ്തിട്ട് മാത്രമേ ഉറങ്ങാൻ പറ്റൂ. ഇപ്പോഴും അതിൻ്റെ ഉപകരണങ്ങളുമായിട്ടാണ്, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റില്ല. വീട്ടിലായാലും അതുപോലെ തന്നെ ട്രെയിനിലായാലും ഏത് പ്രദേശത്തായാലും ഈ മെഷീനും കൊണ്ടുപോയി നടക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതില്ലേ, ട്രെയിനിൽ വെച്ച് അദ്ദേഹം കാണുന്ന സമയത്ത് ഈ ഉറങ്ങുന്ന ആൾ ഓക്സിജൻ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അന്ന് അദ്ദേഹത്തോടൊക്കെ ഈ സുധാകരനും ആൾക്കാരും തെറ്റായ കാര്യങ്ങളാണല്ലോ പ്രചരിപ്പിച്ചത്. ഇത് വെറുതെ പറയുന്നതാണെന്നൊക്കെ ആയിരുന്നല്ലോ. പക്ഷെ അദ്ദേഹം അത് നേരിട്ട് കണ്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ വല്ലാത്ത തരത്തിൽ, അയാളുടെ മകൻ അപകടത്തിൽപ്പെട്ടതൊരു കാര്യം, ഇതുകൂടി കണ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം വല്ലാതെ ഒരവസ്ഥയിലായിരുന്നു. ഇതെല്ലാമായിട്ടാണെങ്കിൽ പോലും ഞാനായിട്ട് തന്നെ പ്രവർത്തിച്ചു. അതായത് അത് കഴിഞ്ഞ് പിന്നീട് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 2016 ശേഷം മന്ത്രിസഭയിൽ വരുന്നൊരു ഘട്ടം വരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്രയും കാലം മർദ്ദിച്ച ആ പോലീസുകാരെ സല്യൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. നമുക്ക് കുറേ കൂടി സൗകര്യങ്ങളൊക്കെ വരുന്ന, പാർട്ടിയും മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് എത്തുന്നു, അധികാരത്തിലേക്ക് എത്തുന്നു. ഒരുപക്ഷെ പാർട്ടി നിലനിൽക്കുമോ എന്നോ ഈ ഭരണ സംവിധാനത്തിലേക്ക് വരുമോ എന്നൊന്നും ആലോചിക്കാത്തൊരു കാലത്താണ് ഈ അടി കൊള്ളുന്നത്. അപ്പോൾ ഈ കുറേ കൂടി അധികാരത്തിലെത്തിയപ്പോൾ വൈകാരികമായി
എന്നൊക്കെ ഒരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്? എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല. എന്തുകൊണ്ടാ വെച്ചാൽ ഞങ്ങൾ ഈ അടികൊള്ളുന്നതും വെടിയേക്കുന്നതും എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നത് കൊണ്ടാണ്. ആ പ്രസ്ഥാനത്തെ തകർക്കലാണ് ലക്ഷ്യം. അവരാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ മേലെ പതറിപ്പോണ്ട കാര്യങ്ങളൊന്നും എനിക്കില്ല. കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുക. പിന്നെ ഞങ്ങളിതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ ഒരു MLA ആകുമെന്നോ മന്ത്രിയാകുമെന്നോ പ്രതീക്ഷിച്ചിട്ടല്ല. ഞാൻ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ആ സാഹചര്യങ്ങളും ചുറ്റുപാടും പ്രശ്നങ്ങളും എന്നെ രാഷ്ട്രീയത്തിലേക്ക് പ്രേരിപ്പിച്ചു. അതിലൂടെ രാഷ്ട്രീയത്തിൽ വന്ന് അതിൻ്റെ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് മന്ത്രിയായി എന്നുള്ളത് കൊണ്ട് എനിക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇന്നത്തേക്കാളും ഒരു വിനയം ആ കാലഘട്ടങ്ങളിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരാളെയും, പരാതികളുമായി വരുന്ന ഒരാളെയും നിരാശപ്പെടുത്തിയിട്ടില്ല. ഈ ജയരാജേട്ടൻ്റെ സമകാലീനരായ ആൾക്കാർ പല സമയത്തും പല വേദികളിലും പറയുന്ന കാര്യമാണ്, ഈ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇത്ര പ്രശ്നങ്ങൾ നടന്ന കാലത്തൊക്കെ ഒരു അഭൂതപൂർവമായ ധൈര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏത് സംഭവം നടക്കുമ്പോഴും നേതാക്കൾ അവിടെ നിന്ന് മാറി നിൽക്കാൻ പറയുന്ന സാഹചര്യത്തിൽ, എല്ലാവരും ഒരു പ്രൊട്ടക്ഷൻ വേണ്ട സാഹചര്യത്തിൽ, സംരക്ഷണം എടുക്കുന്ന സാഹചര്യത്തിലൊക്കെ ജയരാജേട്ടൻ വളരെ ധൈര്യത്തിൽ മുണ്ടും മടക്കുത്തി ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായ സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ കൊലപാതകം ഉണ്ടായ സ്ഥലത്താണെങ്കിൽ ആ സംഭവ സ്ഥലം സന്ദർശിക്കുന്നത് വരെ പോയി അവിടെ കൈകാര്യം ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ധൈര്യം എന്ന് പറയുന്നത് ചെറുപ്പം മുതലുള്ള കാര്യം. അത് ചെറുപ്പം മുതലേ ഉള്ളതാണ്. എനിക്കിത് ഒരുപാട് സ്ഥലങ്ങളിൽ പോലീസ് വെടിവെപ്പ് നടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ട്, വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ണൂരിൽ അങ്ങനെയാണ്, ഒരു വെടിവെപ്പ് പോലീസ് കടന്ന് വെടിവെക്കുകയാണ്. അപ്പോഴാണ് ഞാനും കോടിയേരി ബാലകൃഷ്ണനും ഒന്ന് ചോദിച്ചതിൽ ഞങ്ങൾ പോലീസിനോട് പറയാണ് വെടിവെക്കുന്നത് ഷോപ്പ് എന്ന് പറയാം. അതൊരു അട്ടഹാസമായിരുന്നു. അപ്പോഴാണ് SP ഓടി വരുന്നത്, ജോർജ്. അപ്പം അവിടെ ഞങ്ങൾ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് ലാത്തിച്ചാർജ് ആളുകൾ അടിച്ചോടിച്ച സ്ഥലത്ത് വന്ന് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിനെതിരായിട്ട് മാർച്ച് നടത്തിയിട്ടുണ്ട്. 1-2 സ്ഥലത്തൊന്നുമില്ല, നിരവധി. ബോംബേർ നടന്ന സ്ഥലത്ത് ബോംബെറിഞ്ഞ് ചെതറിക്കിടക്കുന്നു, അവിടെ ഞങ്ങൾ ഓടിയെത്തി ജനങ്ങൾക്ക് ആശ്വാസം കൊടുത്തിട്ടുണ്ട്. മരണ വീട്ടിൽ പോയ അവസരത്തിലാണ് ബോംബേർ വരുന്നത്. ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ, ബോംബേറും അതുപോലെ തന്നെ വെടിവെപ്പൊക്കെ നടന്നപ്പോഴൊന്നും അത് കണ്ട് ഭയന്നിട്ടൊന്നും ഞങ്ങൾ ഇന്ന് വരെ പിന്നോട്ട് പോയിട്ടില്ല. കൂടുതൽ ആത്മധൈര്യത്തോടു കൂടി. എന്തുകൊണ്ടാ വെച്ചാൽ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്തേ പറ്റൂ. ഈ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഇന്ന് ദൗത്യം നിർവഹിച്ചേ പറ്റൂ എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ചാടിക്കയറുന്നത്. അങ്ങനെയാണ് ചാടിക്കയറി ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ നമുക്ക് ജനങ്ങളെ സംരക്ഷിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഒട്ടനവധി സംഭവങ്ങളുണ്ട്. അക്കാലത്ത് ഈ AKGയും MVRനൊക്കെ ഒളിവ് ജീവിതം നയിച്ച സമയത്ത് അവർക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കി കൊടുത്തിരുന്നതും അവരെ ഒളിവിൽ പാർപ്പിച്ചിരുന്നതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ജയരാജേട്ടൻ എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഞാനത് വളരെ ചെറിയ വിദ്യാർത്ഥി കാലഘട്ടമാണ്, ചെറിയ പ്രായമാണ്. ആ കാലഘട്ടത്തിൽ പോലും പാർട്ടിയുടെ എനിക്ക് ഈ ഒളിവ് കാലഘട്ടങ്ങൾ അവരെയൊക്കെ സംരക്ഷിക്കാനും പോകാനൊക്കെ ഒരു പ്രത്യേകമായൊരു ആവേശമായിരുന്നു. അതൊരു മഹാദൗത്യം നിർവഹിക്കുന്ന പോലെയാണ്, ഒരു യുദ്ധം ജയിക്കുന്ന പോലെയാണ്. ഒളിവിൽ കഴിയുന്ന നേതാക്കന്മാരെയൊക്കെ കൊണ്ടുപോവുക, യോഗം ചേരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, യോഗം കഴിഞ്ഞ് അവരെ തിരിച്ചായി കൊണ്ടുപോവുക, സുരക്ഷിത കേന്ദ്രത്തിലെത്തിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതീവ ബുദ്ധിപരമായി ശത്രുക്കളുടെ കയ്യിൽ പെടാതെ എല്ലാവരെയും കാത്തു സൂക്ഷിച്ചു കൊണ്ട് നടക്കാനൊക്കെ എൻ്റെ അന്നത്തെ പരിമിതമായിട്ടുള്ള സാധ്യതകളും കഴിവും ബുദ്ധിയും ഉപയോഗിച്ച് അന്നും ഞാൻ ചെയ്തിട്ടുണ്ട്. അതെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ അടിയന്തരാവസ്ഥ കാലത്ത് വളരെ പുലർച്ചെ യോഗം കഴിഞ്ഞ് സൊസൈറ്റിക്കുള്ളിൽ കടന്നിറങ്ങുന്ന സമയത്ത് കള്ളം കയറിയ കഥയൊക്കെ ഉണ്ടല്ലോ. ഞാൻ യഥാർത്ഥത്തിൽ അത് MP രാഘവൻ ഒളിവിലാണ്. ഒളിവിലുള്ളത് ഞാൻ അറിയുന്ന ഒരു കേന്ദ്രത്തിലാണ് അദ്ദേഹം ഒളിവിൽ. അപ്പോൾ ഞങ്ങൾ യുവജനങ്ങളുടെ ചാർജ് അന്ന് MP രാഘവനാണ്. അപ്പോൾ ഞങ്ങളുടെ യുവജനങ്ങളുടെ ഒരു പാർട്ടി ഫോറം ഉണ്ട്, സബ് കമ്മിറ്റി. ആ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. യോഗം ചേരലത്തെ ചില 1 മണി 2 മണിക്കാണ് യോഗം, 4 മണിയാകുമ്പോഴേക്ക് യോഗം പിരിയും. അങ്ങനെയാണ് അന്നത്തെ പല യോഗങ്ങളും. അങ്ങനെ യോഗം ചേരാൻ നിശ്ചയിച്ച് വളരെ ദൂരെയുള്ളൊരു സ്ഥലത്താണ്. അങ്ങനെ പല ഭാഗത്തു നിന്നുമായിട്ട് ആളുകളൊക്കെ വന്ന് ഞങ്ങൾ യോഗം കഴിഞ്ഞ് തിരിച്ച് മടങ്ങുകയാണ്. അങ്ങനെ മടങ്ങി പിന്നെ നേതാക്കന്മാരൊരു വഴിക്ക് വിട്ടു. പിന്നെ മടങ്ങി വരുന്ന അവസരം പിന്നെ എനിക്ക് അവിടുന്ന് പാപ്പിനിശ്ശേരി എത്തിയപ്പോൾ അവിടെ ഇറങ്ങണം.
അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ വല്ലാത്ത ഉറക്കൻ്റെ ഭയങ്കര ക്ഷീണം. അപ്പോൾ അവിടെ വരെ ജീപ്പ്, ആ ജീപ്പിൽ ഞങ്ങൾ അവിടെ ഇറങ്ങി. ജീപ്പ് തിരിച്ചു വിട്ടു. ജീപ്പ് തിരിച്ചു വിട്ട് ഞങ്ങൾ റോഡിൽ നിന്ന് ഇറങ്ങി. ഒരു വീവേഴ്സ് സൊസൈറ്റിയാണ്. അപ്പോൾ വീവേഴ്സ് സൊസൈറ്റി പോയി കിടക്കാം. അവിടെ പോയാൽ സുഖമായിട്ട് ഉറങ്ങാമെന്നുള്ളതായിരുന്നു. ഞങ്ങൾ ഒരു 4-5 പേരുണ്ട്. ഞങ്ങൾ ഒന്നിച്ചിറങ്ങി നേരെ വീവേഴ്സ് സൊസൈറ്റിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ രാവിലെ ഈ പാല് കൊണ്ടുപോകുന്ന ആളുകളുണ്ട് സൈക്കിളിൽ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വരുന്നതൊക്കെ അവർ കാണുന്നുണ്ട്, ഈ പാല് കൊണ്ടുപോകുന്നവർ. അപ്പോൾ അവർക്കറിയാം, എന്നെ കണ്ടപ്പോൾ അവരെന്തോ ഇങ്ങനെ ആണെന്നുള്ളത് കൊണ്ട് ആരും ശങ്കിച്ച് ചോദിക്കാൻ നിൽക്കില്ല. പാപ്പിനിശ്ശേരിയൊക്കെ ആകുമ്പോൾ അങ്ങനെ ഞങ്ങൾ അവർ പാല് കൊണ്ടുപോകുന്ന ആളുണ്ട്, കമ്പനികൾ ആറോമിലേക്ക് പോകുന്നവരുണ്ട്. ഇങ്ങനെ അത്യാവശ്യം ചിലരൊക്കെ ഞങ്ങളെ കാണുന്നുണ്ട്. ഞങ്ങൾ നേരെ വന്ന് ഈ പാപ്പിനിശ്ശേരി വീവേഴ്സ് സൊസൈറ്റി, അതിൻ്റെ ഫ്രണ്ടിലാണ് ഓഫീസ്, അതിൻ്റെ പിന്നിൽ കൂടെ വന്നാലാണ് കമ്പനി. അവിടെ പോയി അതിൻ്റെ വാച്ച്മാനെ വിളിച്ചു. അയാൾ എഴുന്നേറ്റ് ഇത് തുറന്നു തന്നു. നിങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഉറങ്ങണം, വല്ലാത്ത ഉറക്കുക. അവിടെയുള്ള തുണിയിലെടുത്തിട്ടിട്ട് അവിടെ കിടന്നു. ഉറക്ക് പറ്റുമ്പോഴാണ് ഈ വാച്ച്മാൻ വന്നിട്ട് എന്നെ അയാൾക്ക് അറിയുള്ളൂ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇന്ന് ഓഫീസിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിന് സാധ്യതയില്ലല്ലോ, എന്നാൽ ഓഫീസ് കള്ളം കയറിയിട്ടുണ്ടല്ലോ. അപ്പം തന്നെ ഞാൻ അടുത്ത് കിടന്ന ഇവരെല്ലാം വിളിച്ചു. ഞാൻ മുമ്പിൽ, ഈ വാച്ച്മാൻ മുമ്പിൽ, എൻ്റെ പിന്നിൽ ഞാൻ. അതിനുശേഷം ഈ 2-3 ആളെല്ലാം വിളിച്ച് ഞങ്ങളിങ്ങ് ഇറങ്ങി. ഈ വാച്ച്മാന് മുമ്പിൽ ഞാനുമായിട്ട് ഈ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഓഫീസ് ഒരു ഇങ്ങനെ കുത്തനെയുള്ള കെട്ടിടമാണ്, മേലെയും താഴെയായിട്ടാണ്. താഴെ സ്റ്റോർ റൂമാണ്. ഇങ്ങോട്ട് കിടക്കുമ്പോൾ താഴത്തെ സ്റ്റോർ റൂമിൻ്റെ പൂട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ ഇതിൻ്റെ മേലിൽ നല്ല ഇരുമ്പ് തെണ്ണുമായിട്ട് നല്ല ഒരുത്തന അട്ടകാസത്തോട് കൂടിയിട്ട് ഇതോടെ ഒരു തുള്ളുകയാണ്. അപ്പോൾ ഈ വറാന്തയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് തുള്ളി, വാച്ച്മാൻ അങ്ങോട്ട് തുള്ളി. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ തുള്ളുകയും അറളലും ഈ വടിയും കാണുമ്പോൾ ഇവർ വരികയാണ്, ഈ ഒന്നിച്ച് വന്നവർ. അവർ ധരിച്ചു ഇത് പോലീസാണ്. പോലീസും ജയരാജനുമായിട്ട് ഏറ്റുമുട്ടി. ഇവരെന്ത് ചെയ്താൽ നേരെ ഒരാൾ നേരെ അടുത്ത വീട്ടിൻ്റെ പിന്നിലേക്ക് കൂടി പോയി വീട്ടിൻ്റെ കയറി. വേറൊരാളെന്ത് ചെയ്തു പറഞ്ഞ് ഇതിൻ്റെ അകത്ത് കയറി ഈ തുണിയെല്ലെടുത്ത്, ഈ അട്ടിയിടുന്ന തുണിയാണ്, ഇത് ഇയാളെ മേലെ ഇട്ടിട്ട് അയാളവിടെ കിടന്നു. ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പോൾ ഈ അടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടാണ് തുള്ളി ഞങ്ങൾ. അപ്പോൾ ഈ കള്ളൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വീശൽ അങ്ങോട്ട് വീശുമ്പോൾ ഈ വാച്ച്മാൻ പിടിക്കാൻ പോകുമ്പോൾ അയാളെ തലക്കും, അയാളെ തല പൊട്ടി അങ്ങ് ചോര. അപ്പോഴേക്കും ഞാൻ ഇപ്പുറത്താണ്. ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു ചാടലും തുള്ളലും പിടിക്കലും പറയലുമാണ്. അങ്ങനെ മറിഞ്ഞ് വയലാണ് ഇതിൻ്റെ തൊട്ട മുമ്പിൽ. പിന്നെ ഇതിങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് അപ്പോഴേക്കും ഈ തലപൊട്ടിയ ആൾ ഓടി വന്ന്, അപ്പോൾ മറ്റേ ആൾ അടിയിലും ഞാൻ മേലേറ്റം കിട്ടിയപ്പോൾ അവിടെ പിടിച്ചു. അപ്പോൾ തൊട്ട് ഇപ്പുറം ഒരു കോൺഗ്രസ് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് മാഷ വീടാണ്. ഈ വാച്ച്മാൻ ഓടിയാടെ വന്ന് ഇയാൾ ഇങ്ങനെ കഴുത്തൊക്കെ അവിടെ കഴുത്ത് അയാളെ കഴുത്ത് പിടിച്ചു. എനിക്ക് കൂടുതൽ ശക്തി തന്നു. ഇയാളും വിളിച്ചു മാഷ, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു വിളിച്ചു, ജോർജ് മാഷ. അപ്പോൾ ഇത് കേട്ടിട്ട് അയാൾ വീട്ടിൽ ലൈറ്റ് ഇട്ടു. മാഷെ കള്ളനെ പിടിച്ചിട്ടുണ്ട്, നിങ്ങളൊരു കയറ് കൊടുത്തിട്ട് പോകുന്നു. അയാൾ ഒരു കയറ് കൊടുത്തിട്ട് പോകുന്നു. അപ്പോൾ ഇയാൾ അടിയിലും ഞാനും ഇയാളിതിൻ്റെ മേലെയായി. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഞാൻ അടി ഓടില്ല, നിങ്ങൾ എന്നെ വിട്ടേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കഴുത്തിലേക്ക് കൂടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് വെച്ചാൽ ഈ കൈ കടിക്കാൻ നോക്കുന്നില്ല, നടക്കുന്നില്ല. അങ്ങനെ മാഷ് കയറും കൊണ്ട് വന്നതോടുകൂടി ഇയാളെ ബന്ധിച്ച് കെട്ടി. അപ്പോൾ നോക്കുമ്പോൾ ഞാനൊന്നൊരു ബനിയനാണ് ഞാനുള്ളത്. എൻ്റെ ബനിയനിലെല്ലാം ചോരയാണ് ഈ അടി. ഈ വാച്ച്മാൻ്റെ തന്നെ അയാൾ മരിച്ചുപോയി. ഈ വാച്ച്മാൻ ഇത് ഉണ്ടായിരുന്നു. അവിടുന്ന് വന്ന് ഉടനടി പോലീസ് വിവരം കൊടുത്തു. അപ്പോൾ ഞാൻ അവിടുന്ന് മാറി. അപ്പോൾ മാറാൻ കാരണം ഇത് ഒരു ഒളിവ് സങ്കേതമാണെന്നായിട്ട് പിന്നെ വ്യാഖ്യാനിക്കേണ്ട, പിന്നെ അതിൻ്റെ പോലീസ് ശല്യം ഉണ്ടാകേണ്ട അടിയന്തരാവസ്ഥയാണ്. ഞാനവിടുന്ന് പോയി. പിന്നെ പോലീസ് വന്ന് പിടിച്ച് അവനെ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ അവനങ്ങ് ജയിലിലെത്തി കുറേ വർഷം ഏതോ ഒരു ഇത് വന്നപ്പോൾ ഏതോ ഒരു കേസിൽ പെട്ട് ഞാനവിടെ ഒരു പിക്കറ്റിംഗ് സമരമോ ഒരു കേസിലവിടെ വന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങളെ എന്നെ അന്ന് അടിച്ച്. അതിനുശേഷം എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞു വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇനി കക്കാപ്പട്ടി പോകുന്നു. അത് ഞങ്ങളെ തൊഴിലാ സാറേ. അയാൾ പറയാണ്, നല്ല ഹൈറ്റുള്ള. ഞാൻ പറഞ്ഞു ഇപ്പം എന്തായി? അതോടുകൂടി ഞാനങ്ങ് എല്ലാം അവസാനിപ്പിച്ചു. അവർ നന്നായി. ഞാൻ പറഞ്ഞു ജയിലിൽ നിന്ന് പോയി നാട്ടിൽ പോയി എന്തെങ്കിലും പണിയെടുത്ത് സുഖമായി ജീവിക്കും.
ഈ കളവൊന്നും ഒരിക്കലും കൂടല്ല, അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതെ. ജയിലിൽ ഞാൻ കണ്ടിരുന്നു. ആ, ഞാനെന്ത് ഞങ്ങൾ ഈ അടി കൊണ്ട് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഞാനും ഈ വാച്ച്മാനേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീട്ടിൻ്റെ എടുക്കുന്ന ഒരാൾ, അവിടുത്തെ വീട്ടിൽ ലൈറ്റിലിട്ട ആൾ ഇതാ വീടിൻ്റെ കള്ളം കയറിയിരുന്നു, അടുത്ത തൊട്ട വീട്. എല്ലാവരും കൂടി, അപ്പോൾ ആളുകൾ ഒരുപാട് കൂടിയിരിക്കുന്നു, ഉടനെ അടുത്തേക്ക് കൂടി ഓടിപ്പോയി അവിടുന്ന് ഒരാളെ കൈ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ട് കൊണ്ടുവരിക. കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഞങ്ങളോടൊപ്പം അവിടെ കിടന്നിട്ടുള്ള ആളാണ്. മുതലാളിയാണ്. അയാൾ പേടിച്ചിട്ട് ഓടിയത് അവിടത്തേക്ക്. അത് പോയി വീട്ടിൻ്റെ അടുക്കളപ്പുറമാണ്. അയാൾ അടുപ്പിൽ ഇങ്ങനെ പതുങ്ങിയാടി ഇരുന്നപ്പോൾ അവർക്ക് പിന്നെ ഞാൻ പറഞ്ഞു, അയ്യോ ഇതൊന്നും ഞങ്ങളോട് ഇവിടെ കിടന്ന ആളാണ്. അയാൾ അയച്ചു വിട്ട് അയാളെല്ലാം വിട്ട് പോയി. മറ്റേയാളെ പോയി നോക്കുമ്പോൾ അയാളിങ്ങനെ അയാളെ കാണാത്തോണ്ട് അന്വേഷിച്ച് നടക്കുമ്പോൾ കാലിൻ്റെ പത്തി ഭാഗം കാണുന്നുണ്ട് പുറത്ത്. നോക്കുമ്പം ഇതിലിട്ടിട്ട് അയാൾ CMB ആയിപ്പോ അവിടെ കിടക്കുന്നു. ശരിക്കും വിളിച്ച് എഴുന്നേറ്റ് അല്ല പോയി കള്ളനെ പോയി പോലീസിലെ പോയി പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊക്കെ പോയി. ഇവരൊക്കെ പ്രതിരോധിക്കാനേ ഒരു ചെറുനിലക്കുള്ള അടി പരിപാടിയൊക്കെ പരിശീലനം ഉണ്ടായിരുന്നോ നേരത്തെ തന്നെ? അതുണ്ട്. നേരത്തെയൊക്കെ ഞാൻ ചില കളരിയെല്ലാം പരിശീലിച്ചിരുന്നു. അതൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ? അത്യാവശ്യമായിട്ട് ഒരു ശാരീരികമായി, അത് അടിക്കാനും പിടിക്കാനും അല്ല, നമ്മുടെ ശാരീരികമായ കരുത്ത് രക്ഷപ്പെടുത്തിയെടുക്കാൻ ചെറിയ തോതിലെല്ലാം ഉള്ള ശാരീരികമായ പരിശീലനം, വ്യായാമം ഒക്കെ ചെയ്തിരുന്നു. നമ്മൾ ആ വിമാനത്തിലെ ആക്രമണത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു, 2 യുവാക്കളിൽ നിന്ന് പ്രതിഷേധിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ജയരാജേട്ടൻ്റെ ഒരു തള്ള് ചാനലുകളൊക്കെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ശക്തി ഇപ്പോഴും ഉണ്ടോ? ആ ശക്തിക്കൊന്നും കുറവ് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ജീവിക്കുന്നത്. അതല്ലെങ്കിൽ ഇരാപ്പട്ടെ പോയില്ലേ. സജീവമായിട്ടുണ്ടാവും എന്നുള്ളത്. പിന്നീട് അവിടുന്ന് ആണല്ലോ ഈ ഒരു ജനപ്രതിനിധി നിലക്ക് മട്ടന്നൂരിലെ ചുമതല വരുന്നതും പിന്നീട് അങ്ങോട്ട് ഇപ്പൊ മന്ത്രിസ്ഥാനം വരെ വരുന്നത്. ഇതിനിടയിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഒപ്പമുണ്ടായിരുന്ന ഒരാളെന്ന നിലക്ക് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനായിരിക്കും. ഒരു പൊതുജനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ CPM പ്രവർത്തകർക്കോ ഒന്നും അറിയാത്ത ഒരു പിണറായി വിജയനെ ജയരാജേട്ടനെ അറിയാലോ. ആ നിലക്ക് ഒന്ന് വിശദീകരിക്കാമോ? ഞാനത് അദ്ദേഹവും ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. അത് വേർപെടുത്താൻ കഴിയാത്ത ബന്ധം തന്നെയാണ്. അത് എന്ന് പറഞ്ഞല്ലോ വളരെ കാലത്തെ പാർട്ടി ബന്ധമാണ്. ഞാനൊരു പക്ഷേ കർക്കശമായി ആരോടും പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് പിണറായിയോട് മാത്രമായിരിക്കും. കാരണം എനിക്കങ്ങനെ പറയേണ്ട ഒരു ആവശ്യം വരാറില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടുപ്പത്തിൽ എന്തെങ്കിലും എനിക്ക് പറയേണ്ടി വന്നിട്ടുള്ള ഒരു അനുഭവം ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത്രമാത്രം അദ്ദേഹവും അതുപോലെ തന്നെ എന്നോട് കാണിച്ചുകൊണ്ടിരുന്ന സ്നേഹവാത്സല്യം, അതുപോലെ തന്നെ എൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ നൽകിയിട്ടുള്ള സംഭാവന, അതൊക്കെ വിലപ്പെട്ടത് തന്നെയാണ്. അതുപോലെ തന്നെ MV രാഘവൻ ആദ്യ കാലഘട്ടത്തിൽ രാഷ്ട്രീയ രംഗത്ത് എനിക്ക് വലിയ പ്രചോദനവും സഹായവും നൽകിയിട്ടുള്ള ആളാണ്. AKG എപ്പോഴും പലപ്പോഴും എന്നോട് പറയുന്നു. അങ്ങനെ ഒരുപാട് കാലത്തെ ഇവരുടെ എല്ലാം സ്നേഹങ്ങളും അവരുടെ എല്ലാം പരിശീലനങ്ങളും എന്നെ ഞാനാക്കി രൂപപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ അടുപ്പം പറഞ്ഞല്ലോ, പക്ഷേ ഇപ്പോൾ ഈ ജാവ്ദേക്കറുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഈ പാബി ശിവൻ പരാമർശം മുഖ്യമന്ത്രി നടത്തിയത് ആ സമയത്ത് വലിയ ചർച്ചയായിരുന്നു. വ്യക്തിപരമായി അതൊരു വിഷമം ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത്? അല്ല, ഞാൻ അദ്ദേഹം പറയുന്നതിൽ വ്യക്തിപരമായി അദ്ദേഹം എന്തെങ്കിലും എനിക്ക് ദോഷമായി ചെയ്യുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിലെന്താ കാര്യം വെച്ചാൽ അതൊരു ഉപമയാണ്. അതായത് ദുഷ്ടൻ നല്ലവരുമായി ചേർന്നാൽ നല്ലവരും ദുഷ്ടന്മാരായി തീരും. ഈ ജാവേദ്കറെ കൂട്ടി വന്നിരിക്കുന്നതൊരു ദല്ലാൽ നന്ദകുമാറാണ്. ഈ ജാവേദ്കറെയും കൂട്ടി എന്താ ഈ ദല്ലാൽ നന്ദകുമാർ വന്നത് എന്ന് ഇന്ന് വരെ ഒരാൾ ചോദിച്ചിട്ടില്ല. ഈ ദല്ലാൽ നന്ദകുമാരെയും കൂടി ജാവേദ്കറെ പോലെയുള്ള ഒരു BJPയുടെ ഒരു മുൻമന്ത്രി, ഒരു ദേശീയ നേതാവ് എന്തിനാ കൂട്ടി നടക്കുന്നതെന്നുള്ള കാര്യം ഒരാളും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ ഒരു ഉപമ തന്നെയാണത്. നല്ല മനുഷ്യരോട് ഇത്തരത്തിലുള്ള ആളുകൾ ചേർന്ന നല്ല മനുഷ്യരും ചീത്തയായി പോകും. അത് ജാഗ്രത പാലിക്കണം. അതൊരു ഉപദേശമാണ്. ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് യഥാർത്ഥത്തിൽ ഞാനും ശ്രദ്ധിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ. ഞാൻ എപ്പോഴും ഒരാളോടും മോശമായി സാധാരണഗതിയിൽ പെരുമാറാറില്ല. പക്ഷേ തെറ്റായി പെരുമാറ്റം വന്നാൽ അപ്പോൾ ഞാൻ പ്രതികരിക്കും. അതിനോടൊന്നും അപ്പോഴൊന്നും
ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. തുടർഭരണം ഉണ്ടാകുമെന്ന് ഇടതുപക്ഷത്തിന്റെ ഓരോ നേതാക്കളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ തുടർഭരണം ഉണ്ടാകുമെന്നതിന് പ്രതീക്ഷ നൽകുന്ന ഒരു ഫാക്ടേഴ്സ് എന്താണ് ജയരാജേട്ടൻ മുന്നോട്ട് വെക്കാനുള്ളത്? അല്ല, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഇടതുപക്ഷത്തിൻ്റെ വളർച്ചയ്ക്ക് ഏൽക്കുന്ന ഏത് പോറലും ഇന്ത്യയുടെ വളർച്ചയാണ് ബാധിക്കുക. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഒരു പ്രത്യേകതയുള്ള സംസ്ഥാനം കേരളമാണ്. ആ പ്രത്യേകതയുള്ള സംസ്ഥാനമാകാൻ കാരണം ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ സ്വാധീനമാണ്. അതിലാണ് ഇന്ന് കേരളം നിൽക്കുന്നത്. ഇതിൻ്റെ ഫലമായി കേരളത്തിൽ ഒരുപാട് മാറ്റമുണ്ടായി. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വസ്തുതാപരമായി പരിശോധിച്ചാൽ കേരളം വലിയ വളർച്ചയിലാണ്. ഇനിയും നമുക്ക് വളർച്ച നേരിടാം. അപ്പോൾ അതിദരിദ്രർ ഇല്ലാത്തൊരു കേരളം എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല. ഒരു ദിവസം രാവിലെ എഴുതി വെച്ചിട്ട് അതിദരിദ്രർ ഇല്ലാതായതല്ല. അതിദരിദ്രർ എത്ര പേരുണ്ട് കണക്കാക്കി ഒരു നിശ്ചിത ടേം എടുത്ത് അവരിങ്ങനെ ഓരോ കുടുംബത്തെയും മാറ്റി തീർക്കാം. പരിശോധിച്ച് ഓരോ കുടുംബത്തെയും അതിദരിദ്ര പട്ടികയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നിട്ടാണ് അതിദരിദ്രർ ഇല്ലാത്ത കേരളമാക്കി മാറ്റിയത്. ഇനി ദരിദ്രം ഇല്ലാത്തൊരു കേരളമാകും. ഇന്ന് ആരും പട്ടിണി കിടക്കുന്നില്ല. ഇന്ന് ആർക്കും തെരുവിൽ കിടക്കേണ്ടി വരുന്നില്ല. ഞാനൊക്കെ എൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ളൊരു കാര്യം, കണ്ണൂർ പട്ടണത്തിൽ പീഡിയത്തിണ്ണയിലൊക്കെ എത്രയോ കുടുംബങ്ങൾ താമസിച്ചിരുന്നു. ഉള്ളോട്ടുള്ള കടകളിൽ പറാന്തി, റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിൽ ചെറിയ കൂരിയുണ്ടാക്കി ജീവിച്ചിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. ഇന്ന് കേരളത്തിൽ ഒരു മലയാളിയും തെരുവിൽ കിടക്കുന്നില്ല. അത് സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് ഭൂപരിഷ്കരണം തൊട്ട് 57 VMS ഗവൺമെൻറ് തുടങ്ങി വെച്ച ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ നിലപാട്, സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളൊരു ജനതയെ സൃഷ്ടിക്കുക, നമ്മുടെ അടിസ്ഥാന സൗകര്യ വിപുലീകരണം, സാമൂഹ്യ സേവന രംഗത്തുള്ള അർപ്പിത മനോഭാവം, ഇതിലൂടെ കേരളം വളർന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെ കേരളം ഒരുപാട് വളർന്ന് വികസിച്ചു. ആ വികസനത്തെ കൂടുതൽ ത്വരിതപ്പെടുത്തി. കഴിഞ്ഞ 9.5 വർഷക്കാലം ആ വികസനം കൂടുതൽ ശക്തമായി വന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഒരു ബദൽ സാമ്പത്തിക നയം, ബഡ്ജറ്റിനകത്തെല്ലാം കൊണ്ടുവന്ന് നികുതി ഇരിക്കുന്ന പണം ശമ്പളം കൊടുക്കാൻ തികയില്ല, വികസനം ഉണ്ടാകില്ല. ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സാമ്പത്തിക സംവിധാനത്തിന് രൂപം കൊടുത്തു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് ബോർഡ്, കിഫ്ബി. ആ കിഫ്ബി പണം സമാഹരിച്ചു, വികസനം നടത്തി. ഒരുപാട് വികസനം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ രാഷ്ട്രീയ വിഷയങ്ങൾ ഏതൊരു നിലക്ക് പ്രതിസന്ധിയാവുമോ എന്നുള്ളത്, ഇപ്പോൾ പത്മകുമാർ നിലവിൽ റിമാൻഡിലാണ്. ഈ ശബരിമല കൊള്ള പോലെയുള്ള ഗുരുതരമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടല്ലോ. ഇത് CPM നിലക്ക് ആശങ്ക. ശബരിമല എന്ന ഒരു പ്രശ്നമൊന്നുമല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശബരിമല ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും തെറ്റായ നിലപാടുണ്ടെന്ന് ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല. ശത്രുക്കൾക്ക് പോലും പറയാൻ സാധിക്കില്ല. എന്താ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ തെറ്റ്? അവിടെ ശബരിമല മെച്ചപ്പെട്ട നിലയിൽ നടത്താൻ വേണ്ടിയിട്ടാണ് സംഗമം സംഘടിപ്പിച്ചത്. കാരണം ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ വരികയാണ്, അയ്യപ്പ ഭക്തന്മാർ വരികയാണ്, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരികയാണ്. അങ്ങനെ അയ്യപ്പ സന്നിധാനത്തിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു. നമ്മുടെ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം ഈ ജില്ലകളിലൊക്കെ ഈ ശബരിമലയുടെ ദർശന കാലഘട്ടത്തിലുള്ള വരുമാനം എത്രയാണ്, ഉൽപ്പാദനം എത്രയാണ്, എത്രമാത്രം വ്യാപാരമാണ് നടക്കുന്നത്. ആ നാടിനെ മാറ്റി തീർക്കുന്നു, കേരളത്തെ മാറ്റി തീർക്കല്ലേ. ഇപ്പം തിരുപ്പതി ക്ഷേത്രമല്ലേ തിരുപ്പതി പട്ടണത്തെ വികസിപ്പിച്ചു കൊണ്ടുവന്നത്. നമ്മുടെ ഗുരുവായൂരും പരിസര പ്രദേശങ്ങൾ എങ്ങനെയാണ് വികസിച്ചത്? ഗുരുവായൂർ ക്ഷേത്രം, വരുമാനം, സഞ്ചാരം, അതിൻ്റെ ഭാഗമായിട്ടല്ലേ. വേളാങ്കണ്ണി എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നു പോകുന്നു. ഇങ്ങനെ വരുമ്പോൾ അത് വലിയ തോതിലുള്ള വ്യാപാരത്തെയും ഒക്കെ ശക്തിപ്പെടുത്തും, ഉത്പാദനത്തെ ശക്തിപ്പെടുത്തും. അത് ഇവിടെ നടത്തുകയാണ്. അതിൻ്റെ ഫലമായി കേരളം വളരുന്നു. ഈ വളർച്ചയെ ത്വരിതപ്പെടുത്താനാണ് അയ്യപ്പ സംഗമം. ആ അയ്യപ്പ സംഗമം പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ചില നടപടികൾ സ്വീകരിച്ചത്. പ്രതിപക്ഷം എന്തിനാണ് അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചത്? എന്തിനാണ് ബഹിഷ്കരിച്ചത്? അത് പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. പൊളിച്ചില്ല. അപ്പോൾ ഒരു പോറ്റിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ എല്ലാം സ്പോൺസർ ഞാനാണ്. അപ്പോഴാ കേരള പോലീസ് ആരാ ഇയാൾ,
അന്വേഷണം ആരംഭിച്ചു. അന്വേഷിച്ചപ്പോൾ ഈ ശബരിമലയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഗുരുവായൂരിൻ്റെയും ഒക്കെ പൂർണ്ണ നിയന്ത്രണം, നിരീക്ഷണം കോടതിയാണ്. കോടതിയോട് പറഞ്ഞു. കോടതി അന്വേഷണത്തിലൂടെ നടപടി സ്വീകരിച്ചു. ആ നടപടിയുടെ ഭാഗമായിട്ട് അന്വേഷണം നടന്നു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ അന്വേഷണവും പൂർത്തീകരിക്കുന്നതോടുകൂടി ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കുകയാണ്. എന്താ ഗവൺമെൻറ് തെറ്റ് ചെയ്തിട്ടുള്ളത്? അത് സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് അവർ ചെയ്യുന്നു. ദേവസ്വം ബോർഡ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയുള്ള സ്ഥാപനം തന്നെയാണ്. ഗവൺമെൻറ് ആ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു. ഇനി എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും പരിശോധിച്ച് നടപടി സ്വീകരിക്കും. തുടർഭരണം ഉണ്ടായാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് ഇപ്പോൾ തന്നെ നമുക്ക് നല്ല മുഖ്യമന്ത്രി ഇവിടെ ഇല്ലേ? അപ്പൊ ആ പിന്നെ വേറെ മുഖ്യമന്ത്രി ചിന്തേണ്ട ആവശ്യം എന്താ? മാറി ചിന്തിക്കേണ്ട പിന്നെ ആവശ്യമില്ല. നമുക്ക് മാറി ചിന്തിക്കേണ്ട കാര്യം എന്താ? ഇന്ന് ഈ കേരളം ഇന്നത്തെ കേരളമാക്കി തീർക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച 10 വർഷക്കാർ തുടർ ഗവൺമെൻറ് വന്ന് 10 വർഷക്കാലം ഭരണം നടത്തി. അതിദരിദ്രരില്ലാത്ത കേരളം, ഭവനരഹിതരില്ലാത്ത കേരളം. നിങ്ങൾ നോക്കൂ, 1 കോടിയിലോളം ആളുകൾക്കായി ഇപ്പം പെൻഷൻ, 62 ലക്ഷം ആളുകൾക്ക് 2000 ഉറുപ്പിക വീതം പെൻഷൻ കൊടുക്കുകയാണ്. ഇപ്പം 31 ലക്ഷം ആളുകൾക്ക്, സ്ത്രീകൾക്ക്, യുവാക്കൾക്ക് ഒരുപാട് സാമൂഹ്യക്ഷേമ പെൻഷൻ, എല്ലാ പെൻഷനും വർദ്ധിപ്പിച്ചില്ലേ? ഇങ്ങനെ കേരളത്തിൻ്റെ ഖജാനാവിലെ പണം ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. അതൊരു ഇടതുപക്ഷ നയത്തിൻ്റെ ഭാഗമാണ്. ഈ പണം ജനങ്ങളിലേക്ക് വന്നാൽ അത് രാജ്യം ക്രിയേറ്റീവാണ്, ഉൽപ്പാദനക്ഷമതയാണ്, രാജ്യം അഭിവൃദ്ധിപ്പെടും. 1.25 കോടി ജനങ്ങൾക്ക്, 1.5 കോടി ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആ പെൻഷൻ കൊടുക്കുന്ന പണം ക്രിയേറ്റീവാണ്, അത് രാജ്യം അഭിവൃദ്ധിപ്പെടുത്തും. ആ നിരീക്ഷണമാണ് ഇടതുപക്ഷത്തിൻ്റെ സമീപനം. അത് വെച്ചുകൊണ്ടാണ് കേരളത്തെ സമീപിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ജയരാജേട്ടൻ ഈ പുസ്തകത്തിൽ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യമാണ് കെ കരുണാകരനുമായി ബന്ധപ്പെട്ടൊരു കാര്യം. ഈ രാഷ്ട്രീയപരമായി അതെല്ലാം വിമർശനം ഉന്നയിച്ചാലും വ്യക്തിപരമായി നല്ല ബന്ധം പുലർത്തും, അതുപോലെ തന്നെ പെർഫോമൻസ് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയായിട്ട് എന്തൊക്കെ അഴിമതിക്കെതിരെ അവിടെ അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോഴും ഇപ്പുറത്ത് വ്യക്തിപരമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളത്, ആ ഒരു ബന്ധം നിലവിലെ രാഷ്ട്രീയത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന്? അല്ല, ഞാനന്ന് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച ആ ഘട്ടത്തിൽ ആ പ്രമേയം അന്ന് ആ വ്യവസായ വകുപ്പിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഗൗരിയമ്മ പങ്കെടുക്കാൻ തീരുമാനിച്ചതാണ്. പിന്നെ എന്തോ അവർ വ്യവസായ മന്ത്രിയായിരുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം പകരം എന്നെ ചുമതലപ്പെടുത്തി. ഞാൻ ആ ദൗത്യം നിർവഹിച്ചു എന്നേ ഉള്ളൂ. ആ ദൗത്യം നിർവഹിക്കുന്ന ഫലപ്രദമായി തന്നെ നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളായി ഞാൻ കണക്കാക്കുന്നില്ല. കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അടികൊണ്ട് എൻ്റെ പുറത്തുള്ള തൊഴിൽ മുഴുവൻ കാണാനില്ല, പോയിരുന്നു. ഞാൻ നിയമസഭയിൽ അദ്ദേഹത്തിന് മുമ്പിൽ ഷർട്ട് ഊരി പ്രകടനം നടത്തിയ ആളാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹം പെരുമാറ്റത്തിൽ അദ്ദേഹം ഒരു മാന്യത പാലിച്ചിരുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ശക്തമായ രാഷ്ട്രീയ വിരോധമുണ്ട്, പക്ഷേ മാന്യത പാലിച്ചിരുന്നു. കുഞ്ഞാലിക്കുട്ടി അയാൾ മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. പക്ഷേ വ്യക്തിപരമായി നല്ല ബന്ധങ്ങൾ വെച്ച് പുലർത്താൻ, ഒരു സാഹോദര്യം വെച്ച് പുലർത്താൻ, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ അവർ മാത്രമല്ല, ഇപ്പം ഞാൻ പലരുമുണ്ട്, കോൺഗ്രസിൽ തന്നെ മറ്റ് പലരുമുണ്ട്. രമേശ് ചെന്നിത്തലയൊന്നും ഞാൻ മാറ്റി നിർത്തുന്നില്ല. അദ്ദേഹം ചിലപ്പോൾ ചില പാളിച്ചകളും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാകാം, വ്യക്തിപരമായിട്ട് പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടും ഉണ്ടാകും. പക്ഷെ അതൊന്നും വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ബന്ധത്തിനുമുള്ള അളവുകോലായി ഞാൻ കണക്കാക്കുന്നു. രമേശ് ചെന്നിത്തല പറഞ്ഞൊരു വാചകമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ട്രോളായിട്ട് ജയരാജേട്ടൻ എല്ലാവരും ഉപയോഗിക്കും. ഞാൻ അയാളെ മുത്തപ്പൻ വിളിച്ചിരിക്കുന്നു. പക്ഷെ അത് മാധ്യമക്കാർ തിരിച്ച് മുത്തപ്പൻ വിളിക്കുക. അയാൾ വലിയ മുത്തപ്പനായി നടക്കേണ്ടത് ഞാനും പറഞ്ഞിരുന്നു. ആഗ്രഹങ്ങളോ അതല്ലെങ്കിൽ ഏതൊരു നിരാശകളുണ്ടോ പങ്കുവെക്കാനായിട്ട്? എനിക്ക് പ്രത്യേകിച്ചൊരു ആഗ്രഹമില്ല. എനിക്ക് ഇപ്പോഴുള്ളൊരാഗ്രഹം എൻ്റെ ആത്മകഥയുടെ 2ാം ഭാഗം കഴിയുന്നത്ര വേഗം എഴുതിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൽ കഴിയുന്നത്ര അത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് പിന്നീട് വേണ്ടത് എന്ന് എഴുത്തും അതോടൊപ്പം കൂടെ വായനയുമാണ് ഇപ്പോൾ എനിക്ക് താല്പര്യമുള്ള വിഷയം. ഇതുവരെ പറയാത്ത കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. തീർച്ചയായും ഉണ്ടാകും. അതാണ് ഞാനിപ്പോൾ ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 1ാം ഭാഗത്തേക്ക് ആത്മകഥ മാത്രമല്ല, അത് കഴിഞ്ഞാലും കുറേ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ കുറിച്ച് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു പുസ്തകമായി തന്നെ സാമ്പത്തിക വിശകലനമുണ്ട്, സാമൂഹ്യ വളർച്ചയുണ്ട്, കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടുള്ള കേരളത്തിൻ്റെ ഒരു
വളർച്ച, അതിനെക്കുറിച്ചുള്ളൊരു പുസ്തകം കൂടി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നു. ജയരാജേട്ടൻ്റെ മനസ്സിൽ കുറച്ചും കൂടി കാര്യങ്ങൾ തുറന്ന് എഴുതണം എന്നും പറയണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം വെമ്പി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായും അത് സ്വാഭാവികമാണ്. അതെല്ലാം ഓരോ ഘട്ടങ്ങളിൽ എഴുതേണ്ട സമയത്ത് എഴുതും. എഴുതും.